Hello everyone, I'm Blessy George. Welcome to Innovation Eye Hospital YouTube channel. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ പോകുന്നത് കണ്ണിന്റെ കോർണിയെ അഫക്റ്റ് ചെയ്യുന്ന ഒരു അസുഖത്തിനെ പറ്റിയാണ്. ഈ അസുഖത്തിന്റെ പേരാണ് കെരാറ്റോകോണസ്. കെരാറ്റോകോണസ് എന്നത് ഒരു ഗ്രീക്ക് വേർഡാണ്. അതിൽ കെരാറ്റോ എന്നത് കോർണിയ എന്നും കോണസ് എന്നത് കോൺ എന്നുമാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഇനി നോർമൽ ഐയും കെരാറ്റോകോണസ് ബാധിച്ച ഒരു വ്യക്തിയുടെ കണ്ണും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. നോർമൽ ഒരു വ്യക്തിയുടെ കണ്ണിന്റെ കോർണിയയുടെ ഷേപ്പ് സി ഷേപ്പ് ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. എന്നാൽ കെരാറ്റോകോണസ് ബാധിച്ച ഒരു വ്യക്തിയുടെ കോർണിയയുടെ ഷേപ്പ് കോൺ ഷേപ്പ് ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. ഇതുപോലെ കോർണിയ കോൺ ഷേപ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിന് ഡിസ്റ്റോർഷൻ വിഷൻ ഉണ്ടാകുകയും അവരുടെ ക്ലാരിറ്റി ഓഫ് വിഷനെ വളരെയധികം ബാധിക്കുകയും ചെയ്യുന്നു. കെരാറ്റോകോണസ് കൂടുതലും യങ് ഏജിലുള്ളവരിലാണ് കാണപ്പെടുന്നത്. ഒരു 10 തൊട്ട് 30 വയസ്സ് വരെയുള്ള ആളുകളിലാണ് കൂടുതലായും കാണപ്പെടുന്നത്. ഇത് പ്രോഗ്രസ് ചെയ്യുന്ന ഒരു അസുഖം കൂടിയാണ്. ഇനി എന്തുകൊണ്ടാണ് ഈ അസുഖം വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി ജനറ്റിക്, ഒരു ജനറേഷനിൽ നിന്നും അടുത്തൊരു ജനറേഷനിലേക്ക് ഉണ്ടാവാനുള്ള സാധ്യത. 2 എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. 3 ഡ്രൈനസ് ഫാക്ടേഴ്സ്. അതുപോലെ തന്നെ കണ്ണ് കൂടുതലായി തിരുമ്മിയാലും ഈ അസുഖം കൂടും. ചൊറിച്ചിൽ, ഡ്രൈനസ്, കണ്ണിൽ പൊടി പോയ പോലുള്ള ബുദ്ധിമുട്ട്, ഇങ്ങനെ എന്ത് കാരണങ്ങൾ കൊണ്ടായാലും കണ്ണ് തിരുമ്മിയാൽ കെരാറ്റോകോണസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഇനി ഈ രോഗം എങ്ങനെ ഡയഗ്നോസ് ചെയ്യാനും ഇതിന് എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. ചെക്ക് ചെയ്യുന്നതിലൂടെ വളരെ സിമ്പിളായി കണ്ടുപിടിക്കാവുന്ന ഒരു രോഗമാണ് കെരാറ്റോകോണസ്. കെരാറ്റോകോണസ് ഡയഗ്നോസ് ചെയ്യാൻ ഞങ്ങൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ടോപ്പോഗ്രഫി അഥവാ കോർണിയൽ ടോപ്പോഗ്രഫി. ഈ ടെസ്റ്റിലൂടെ കെരാറ്റോകോണസ് കോർണിയെ എത്രയധികം ബാധിച്ചിട്ടുണ്ട് എന്ന് അറിയാൻ സാധിക്കും. ഇനി കെരാറ്റോകോണസ് ബാധിച്ച ഒരു വ്യക്തിക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്യാമെന്ന് നോക്കാം. ഈ രോഗത്തിന് സാധാരണയായി ഐ സ്പെഷ്യലിസ്റ്റ് അഡ്വൈസ് ചെയ്യാറുള്ളത് സ്പെക്സും കോണ്ടാക്ട് ലെൻസും കൂടാതെ സർജിക്കൽ ട്രീറ്റ്മെന്റുമാണ്. കോണ്ടാക്ട് ലെൻസും സ്പെക്സും കൂടുതൽ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലാണ് കൊടുക്കാറുള്ളത്. എന്നാൽ അഡ്വാൻസ് സ്റ്റേജിലാവുമ്പോഴാണ് സർജിക്കൽ ട്രീറ്റ്മെന്റിലേക്ക് കടക്കാറുള്ളത്. കെരാറ്റോകോണസ് ചിലർക്കെങ്കിലും ട്രീറ്റബിൾ അല്ല എന്ന തോന്നൽ ഉണ്ടാകാറുണ്ട്. എന്നാൽ കെരാറ്റോകോണസ് ട്രീറ്റബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കണ്ണ് അമിതമായി തിരുമാതിരിക്കുക. 6 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 1 വർഷം കൂടുമ്പോൾ കണ്ണ് ചെക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.